വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലൈഫ് സ്റ്റോറിയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാസ്സിലും നമ്മളതിൻ്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത്. 1-2 ക്ലാസ്സോടുകൂടി നമ്മുടെ ആ ഭാഗം അവസാനിക്കുമെന്നാണ് കരുതുന്നത്. ഓക്കെ, റൈറ്റ്. People who remember Hawking in the university in the late 1960s recall him making his way around the corridors with a cane, supporting himself against the wall. He spoke with what sounded like a slight speech impediment. But more than that, they remember his brashness in sessions involving some of the world's most distinguished scientists. While other young researchers kept a reverential silence, Hawking daringly asked unexpected and penetrating questions. He clearly knew what he was talking about. His reputation as a genius, another Einstein, began then. Okay. People who remember Hawking in the university, ആളുകൾ who remember ഹോക്കിംഗ് ഇൻ ദ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഹോക്കിങ്ങിനെ ഓർക്കുന്ന ആളുകൾ. പീപ്പിൾ ഹു റിമെമ്പർ. പീപ്പിൾ എന്ന് പറയുന്നതിൻ്റെ ഒരു വിശേഷണം എന്ന നിലക്കാണ് ഹു വെച്ചുകൊണ്ട് പറയുന്നത്. പീപ്പിൾ, ജനങ്ങൾ. ആരാണ്? ഏത് ജനങ്ങളാണത്? ഹു റിമെമ്പർ ഹോക്കിംഗ് ഇൻ ദ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഹോക്കിങ്ങിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇൻ ദ ലേറ്റ് 1960s, 1960കളിൽ ഹോക്കിങ്ങിനെ സ്മരിക്കുന്ന ആളുകൾ റീകാൾ ഹിം. റീകാൾ മീൻസ് റിമെമ്പർ എന്നർത്ഥം. ഓർമ്മിക്കുന്നു. ഹിം, ഹോക്കിങ്ങിനെ ഓർമ്മിക്കണം. എങ്ങനെയായിരുന്നു ഹോക്കിംഗ് എന്ന ചോദ്യത്തിന് ആളുകൾ 1960ലെ ആളുകൾ മറുപടി കൊടുത്തിരുന്നത് ഇങ്ങനെയാണ്. എന്ത് പറഞ്ഞിട്ടാണ്? മേക്കിംഗ് ഹിസ് വേ അറൗണ്ട് ദ കോറിഡോർസ്. മേക്കിംഗ് ഹിസ് വേ, തൻ്റെ വഴി തീർത്തുകൊണ്ട്. മേക്ക് ഹിസ് വേ എന്ന് പറഞ്ഞാൽ പാതയൊരുക്കുക എന്നർത്ഥം. മേക്ക് ഹിസ് വേ, പാതയൊരുക്കുക. മേക്കിംഗ് ഹിസ് വേ അറൗണ്ട് ദ കോറിഡോർസ്. എവിടെയാണ് പാതയൊരുക്കുന്നത്? അറൗണ്ട് ദ കോറിഡോർസ്, വരാന്തകൾക്ക് ചുറ്റും പാതയൊരുക്കുന്ന ഒരാളായിട്ടാണ് ഓർമ്മിക്കുന്നത്. വിത്ത് എ കെയിൻ, ഒരു കെയിനും പിടിച്ചിട്ട്. കെയിൻ മീൻസ് ഷുഗർ കെയിൻ എന്ന് കേട്ടിട്ടില്ലേ? കരിമ്പിൻ്റെ തണ്ട്, അതാണ് ഷുഗർ കെയിൻ. കെയിൻ മീൻസ് ഒരു വടി, തണ്ട് എന്നൊക്കെ അർത്ഥം. ഒരു വടിയും പിടിച്ചുകൊണ്ട് കോറിഡോറുകളിലൂടെ, വരാന്തകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഹോക്കിങ്ങിനെയാണ് 1960കളിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ, അദ്ദേഹത്തെ ഓർത്തെടുത്തത്. സപ്പോർട്ടിങ് ഹിംസെൽഫ് അഗെയിൻസ്റ്റ് ദ വാൾ. അയാൾ വടി പിടിച്ചുകൊണ്ടിരിക്കും എന്ന് മാത്രമല്ല, സപ്പോർട്ടിങ് ഹിംസെൽഫ്, തന്നെ സപ്പോർട്ട് ചെയ്യും. അഗെയിൻസ്റ്റ് ദ വാൾ, ആ ചുമരിന് നേരെ എന്ന് പറഞ്ഞാൽ ചുമരിനോട് ചാരി നിന്നുകൊണ്ടാണ് അയാൾ കെയിനും പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. ഒറ്റയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് നടക്കാൻ പ്രയാസമായതുകൊണ്ട് ചുമരിനോട് ചാരി നടന്നുകൊണ്ടാണ് അയാൾ കോറിഡോറുകളിലൂടെ പോയിക്കൊണ്ടിരുന്നത് എന്ന് അയാൾ ഓർക്കുന്നു. He spoke with what sounded like a slight speech impediment. He spoke, അയാൾ സംസാരിച്ചു. ഹോക്കിംഗ് സംസാരിച്ചത് എങ്ങനെ? ഹോക്കിംഗ് സംസാരിച്ചു with what sounded, with ഒരു ശബ്ദത്തിൽ, what sounded, അത് സൗണ്ട് ചെയ്തത് like a speech impediment. light means slight, നേരിയ. like a slight speech impediment. speech impediment എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന എന്തോ ഒരു സാധനം. അപ്പോൾ വളരെ നേരിയ ഒരു ശബ്ദം വരുന്നത് പോലെയാണ് അയാൾ സംസാരിച്ചത്. ഉറക്കെ സംസാരിക്കാൻ ഹോക്കിങ്ങിന് സാധിക്കുമായിരുന്നില്ല. ഹോക്കിംഗ് വളരെ ചെറിയ ശബ്ദത്തിലാണ് സംസാരിച്ചിരുന്നത്. ബട്ട് മോർ ദാൻ ദാറ്റ്, പക്ഷേ അതിനേക്കാളും അപ്പുറം, മോർ ദാൻ ദാറ്റ്, അതിനേക്കാളും അപ്പുറം, ദേ റിമെമ്പർ. ഇതൊക്കെയാണ് ഹോക്കിങ്ങിൻ്റെ ഒരു ജീവിത രീതി, അല്ലെങ്കിൽ ഹോക്കിങ്ങിൻ്റെ ഒരു ശാരീരിക ക്ഷമത എന്നുണ്ടെങ്കിലും മോർ ദാൻ ദാറ്റ്, അതിനേക്കാളും അപ്പുറം, ദേ റിമെമ്പർ, അവർ ഓർക്കുന്നത് ഹിസ് ബ്രാഷ്നെസ്, അയാളുടെ ബ്രാഷ്നെസ്സാണ്, അയാളുടെ ആ ഒരു ധീരതയാണ്. ചോദ്യം ചോദിക്കാനുള്ള അയാളുടെ ധീരത. ഇൻ സെഷനുകളിലുള്ള അയാളുടെ അപാരമായിട്ടുള്ള ബുദ്ധികൂർമ്മതയെയാണ് അവരോർക്കുന്നത്.
Involving some of the world's most distinguished scientists. Involving means including, ഉൾക്കൊള്ളിച്ചുകൊണ്ട്. Involving some of the world's most distinguished scientists. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് സയൻറ്റിസ്റ്റ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകളെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അയാൾ സെഷൻസുകൾ നടത്തിയിരുന്ന അയാളുടെ ബ്രാഷ്നെസ്സിനെയാണ് തൻ്റെ കൂട്ടുകാർ ഓർക്കുന്നത്. വൈൽ അതേസമയം അദ്ദേഹം ചോദ്യം ചോദിക്കും. ഹോക്കിംഗ് ക്വസ്റ്റ്യൻഡ് ദ മോസ്റ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് സയൻറ്റിസ്റ്റ്. ലോകത്തിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരെ അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്തു. വൈൽ അതേസമയം the other young researchers kept a reverential silence. അതേസമയം തന്നെ അതർ യങ് റിസർച്ചേഴ്സ്, ചെറുപ്പക്കാരായ യങ് റിസർച്ചർമാർ, യങ് ഗവേഷകന്മാർ കെപ്റ്റ് എ റെവറൻഷ്യൽ സൈലൻസ്. റെവറൻഷ്യൽ മീൻസ് റെവറൻറ്റ് ഫാദർ എന്നൊക്കെ പറയും നമ്മൾ. റെവറൻറ്റ് ഫാദർ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട അച്ഛൻ. റെവറൻഷ്യൽ എന്ന് പറഞ്ഞ അഡ്മിറേഷൻ, ഒരു ആദരണീയമായ നിശബ്ദത കൊണ്ടു നടന്നപ്പോൾ കീപ് റെവറൻഷ്യൽ സൈലൻസ്, ആദരണീയമായ നിശബ്ദത കൊണ്ട് നടക്കുക, അതാണ് കീപ് റെവറൻഷ്യൽ സൈലൻസ്. അപ്പോൾ വൈൽ അതർ യങ് റിസർച്ചേഴ്സ്, മറ്റുള്ള ചെറിയ യങ് റിസർച്ചേഴ്സുകൾ കെപ്റ്റ് സൂക്ഷിച്ചപ്പോൾ എ റെവറൻഷ്യൽ സൈലൻസ്, ഒരു ആദരണീയമായ സൈലൻസിനെ സൂക്ഷിച്ചപ്പോൾ ഇദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. ഹോക്കിംഗ് ക്വസ്റ്റ്യൻഡ് ദ മോസ്റ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് സയൻറ്റിസ്റ്റ്. ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്നർത്ഥം. ഹോക്കിംഗ് ഡയറിംഗ്ലി ആസ്ക്ഡ്. ഡയറിംഗ്ലി മീൻസ് ധൈര്യപൂർവ്വം. ഹോക്കിംഗ് ഡയറിംഗ്ലി ആസ്ക്ഡ്. ഹോക്കിംഗ് ധൈര്യപൂർവ്വം ചോദിച്ചു. അൺഎക്സ്പെക്റ്റഡ് ആൻഡ് പെനട്രേറ്റിംഗ് ക്വസ്റ്റ്യൻസ്. അൺഎക്സ്പെക്റ്റഡ്, എക്സ്പെക്റ്റ് മീൻസ് പ്രതീക്ഷിക്കുക, അൺഎക്സ്പെക്റ്റഡ് പ്രതീക്ഷിക്കാത്ത, ആൻഡ് പെനട്രേറ്റിംഗ്, പെനട്രേറ്റ് എന്ന് പറഞ്ഞാൽ കുത്തിക്കയറുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, അതിശക്തമായി കുത്തിക്കയറുന്ന ചില ചോദ്യങ്ങൾ ഹോക്കിംഗ് ചോദിച്ചു ധൈര്യപൂർവ്വം. ഹോക്കിംഗ് ഡയറിംഗ്ലി ആസ്ക്ഡ്. ഹോക്കിംഗ് ധൈര്യപൂർവ്വം ചോദിച്ചു. ഹി ക്ലിയർലി ന്യൂ വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഹി ക്ലിയർലി ന്യൂ, അയാൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട്, എന്തിനെക്കുറിച്ചാണ് അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അയാൾ വളരെ കൃത്യമായി മനസ്സിലാക്കി. ഹി ന്യൂ, അയാൾ മനസ്സിലാക്കി. ഹി ക്ലിയർലി ന്യൂ, ഹി ക്ലിയർലി അണ്ടർസ്റ്റുഡ് വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട്. വാട്ട് ഹി വാസ് ടോക്കിംഗ് അബൌട്ട്. His reputation as a genius, neither Einstein began then. His reputation, reputation means പ്രസിദ്ധി എന്നർത്ഥം. His reputation, അയാളുടെ പ്രസിദ്ധി. As a genius, ഒരു ജീനിയസ് എന്ന നിലക്കുള്ള അയാളുടെ പ്രസിദ്ധി. Another Einstein, എങ്ങനെ ജീനിയസ് എന്ന് പറയണം? മറ്റൊരു ഐൻസ്റ്റീൻ. ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി, മറ്റൊരു ഐൻസ്റ്റീൻ. ആസ് എ ജീനിയസ് ബിഗാൻ ദെൻ, അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അയാളുടെ മറ്റൊരു ജീനിയസ് എന്ന നിലക്കുള്ള അയാളുടെ റെപ്യൂട്ടേഷൻ അവിടെ നിന്ന് ആരംഭിച്ചു. റെപ്യൂട്ടേഷൻ മീൻസ് പ്രസിദ്ധി എന്നർത്ഥം. ഇൻ 1980, a practical need for funds launched him into a new enterprise that was to have a far-reaching impact on the Hawkings and others all over the world. Okay. In 1980, അങ്ങനെ 1960-കളിൽ തൻ്റെ കൂട്ടുകാർ എങ്ങനെയായിരുന്നു ഹോക്കിങ്ങിനെ സ്മരിച്ചു കൊണ്ടിരുന്നത് എന്നാണ് നമ്മളിവിടെ പഠിച്ചത്. In 1980, 1980, a practical need for funds launched him. A practical need, പ്രായോഗികമായ ഒരാവശ്യം. പ്രാക്ടിക്കൽ നീഡ് മീൻസ് പ്രായോഗികമായ ആവശ്യം. എന്തിന്? ഫോർ ദ ഫണ്ട്സ്, ഫണ്ട് കിട്ടാൻ, പൈസ വേണം, ക്യാഷ് വേണം എന്നൊരാവശ്യം വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാവശ്യം ലോഞ്ച്ഡ് ഹിം, ലോഞ്ച് ചെയ്തു, അയാളെ കൊണ്ട് ലോഞ്ച് ചെയ്യിപ്പിച്ചു. ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബിഗൻ, ആരംഭിച്ചു. ലോഞ്ച്ഡ് ഹിം ഇൻ ടു എ ന്യൂ എൻ്റർപ്രൈസ്, ഒരു പുതിയ സംരംഭത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. എൻ്റർപ്രൈസ് മീൻസ് സംരംഭം. ഇൻ ടു എ ന്യൂ എൻ്റർപ്രൈസ്, ഒരു പുതിയ സംരംഭത്തിലേക്ക് അദ്ദേഹം നയിച്ചു. ദാറ്റ് വാസ് ടു ഹാവ് എ ഫാർ റീച്ചിങ് ഇമ്പാക്റ്റ്. That was to have a far-reaching impact. That was to have, അതിനുണ്ടായിരുന്നു എ ഫാർ റീച്ചിങ് ഇമ്പാക്റ്റ്, വളരെയധികം റീച്ചിങ് ആയിട്ടുള്ള ഇമ്പാക്റ്റ്. ഇമ്പാക്റ്റ് മീൻസ് എഫക്റ്റ്, വല്ലാത്ത ഒരു സ്വാധീനം. ദ ഫാർ റീച്ചിങ് ഇൻഫ്ലുവൻസ്. ദാറ്റ് വാസ് ടു ഹാവ്, അതിനുണ്ടായിരുന്നു എ ഫാർ റീച്ചിങ് ഇമ്പാക്റ്റ്, എ ഫാർ റീച്ചിങ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ഓൺ ദ ഹോക്കിങ്സ് ആൻഡ് അതേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. ആരുടെയൊക്കെ?
ഓൺ ദ ഹോക്കിങ്ങിൻ്റെ മേലിൽ ആൻഡ് അതേഴ്സ് മറ്റുള്ളവരുടെ മേലിൽ, ഓൾ ഓവർ ദ വേൾഡ് ലോകത്തിലുള്ള മറ്റുള്ളവരുടെ മേലിൽ അല്ലെങ്കിൽ ഹോക്കിങ്സിൻ്റെ മേലിൽ. അപ്പോൾ ഹോക്കിങ്സിനും മറ്റുള്ളവർക്കു മേലും ശക്തമായൊരു സ്വാധീനം ചെലുത്തുന്ന ഒരു പുതിയൊരു എൻ്റർപ്രൈസിലേക്ക്, സംരംഭത്തിലേക്ക് അദ്ദേഹം ചെന്നു ചേരുകയാണ്. അങ്ങനെ വരാനുള്ള കാരണം അദ്ദേഹത്തിന് പണം വേണം എന്നുള്ള ആവശ്യം തന്നെയായിരുന്നു. ഹി തോട്ട് ഓഫ് റൈറ്റിംഗ് എ ബുക്ക് അബൌട്ട് ദ യൂണിവേഴ്സ്. അപ്പോൾ എന്താണ് അയാളുടെ ഉദ്ദേശ്യം? ഹി തോട്ട് ഓഫ് റൈറ്റിംഗ് എ ബുക്ക്, ഒരു പുസ്തകം എഴുതാൻ അയാൾ ചിന്തിച്ചു. അയാൾ ചിന്തിച്ചു ഓഫ് റൈറ്റിംഗ് എ ബുക്ക്, ഒരു പുസ്തകം എഴുതാൻ. അബൌട്ട് ദ യൂണിവേഴ്സ്, എന്തിനെക്കുറിച്ച്? യൂണിവേഴ്സിനെ കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച്. അബൌട്ട് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളെക്കുറിച്ച്. അബൌട്ട് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യങ്ങളെക്കുറിച്ച്. ദാറ്റ് ഹാഡ് മെയ്ഡ് ഹിം വാണ്ട് ടു സ്റ്റഡി കോസ്മോളജി ആൻഡ് ക്വാണ്ടം തിയറി. ആ ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളാണ് അയാളെ ആഗ്രഹിപ്പിക്കുക എന്നർത്ഥം. മേക്ക് വാണ്ട് മീൻസ് ആഗ്രഹിപ്പിക്കുക. ദാറ്റ് ക്വസ്റ്റ്യൻസ് ഹാഡ് മെയ്ഡ് ഹിം, ആ ചോദ്യങ്ങൾ അദ്ദേഹത്തെ ആഗ്രഹിപ്പിച്ചു. എന്തിനെക്കുറിച്ച്? ടു സ്റ്റഡി, പഠിക്കാൻ ആഗ്രഹം നൽകി. കോസ്മോളജിയെക്കുറിച്ച് ആൻഡ് ക്വാണ്ടം തിയറിയെക്കുറിച്ച്. കോസ്മോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഈ അന്തരീക്ഷങ്ങൾക്കപ്പുറത്തുള്ള പ്രകാശരശ്മികളെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, ഗാലക്സികളെക്കുറിച്ച്, സ്റ്റാറിനെക്കുറിച്ച് ഇതൊക്കെ പറയുന്നതാണ് കോസ്മോളജി എന്ന് പറയുന്നത്. ക്വാണ്ടം തിയറി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഊർജത്തെക്കുറിച്ച്. ഇങ്ങനെയുള്ള ക്വാണ്ടം തിയറിയെക്കുറിച്ച്, കോസ്മോളജിയെക്കുറിച്ചൊക്കെ അയാളെ പഠിപ്പിക്കാൻ പ്രേരിപ്പിച്ച ധാരാളം ചോദ്യങ്ങൾ അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതാൻ അയാൾ തീരുമാനിച്ചു. ഹി തോട്ട് ഓഫ് റൈറ്റിംഗ് എ ബുക്ക് അബൌട്ട് ദ ക്വസ്റ്റ്യൻസ് that had made him want to study cosmology and theoretical and quantum theory. എന്തായിരുന്നു ആ ചോദ്യങ്ങൾ? Where did the universe come from? Where did the universe come from? എവിടെ നിന്നാണ് പ്രപഞ്ചം വന്നത്? Where did the universe come from? എവിടെ നിന്ന് പ്രപഞ്ചം വന്നു? Is the universe infinite or does it have any boundaries? Is the universe infinite? Infinite means അനന്തമാവുക. Is the universe infinite? യൂണിവേഴ്സ്, ഈ പ്രപഞ്ചം ഇൻഫൈനൈറ്റ്, അനന്തമാണോ? ഈ പ്രപഞ്ചം അനന്തമാണോ? അല്ലെങ്കിൽ ഡസ് ഇറ്റ് ഹാവ് എനി ബൗണ്ടറീസ്? ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും ഒരു അതിർത്തികളുണ്ടോ? അത് ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യങ്ങളാണ് അല്ലേ? എവിടെ നിന്നാണ് പ്രപഞ്ചം വന്നത്? ഈ പ്രപഞ്ചം അനന്തമാണോ? ഈ പ്രപഞ്ചത്തിന് ഏതെങ്കിലും അതിർത്തികളുണ്ടോ? Will it come to an end? ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും അവസാനമുണ്ടോ? ഇഫ് സോ, അങ്ങനെയാണെങ്കിൽ, അവസാനമുണ്ടെങ്കിൽ ഹൗ എങ്ങനെയാണത്? Is there a complete theory of universe and everything in it? Is there a complete theory of the universe? പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു മുഴുവനായിട്ടുള്ള ഒരു തിയറി ഉണ്ടോ? ഒരു സിദ്ധാന്തമുണ്ട്. ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്, ആ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും കുറിച്ച് അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള തിയറി ഉണ്ടോ? ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ. ഈസ് ദർ എ ബിഗിനിങ് ഓഫ് ടൈം? ടൈമിന് എന്തെങ്കിലും തുടക്കമുണ്ടോ? നമ്മളിപ്പോൾ സമയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്ലോക്കാണ്. ഈ ക്ലോക്കിൻ്റെ സമയം നമ്മൾ എങ്ങനെ തീരുമാനിച്ചതാണ്? സൂര്യനെ നോക്കി നമ്മൾ തീരുമാനിച്ചതാണ് അല്ലേ? അങ്ങനെയുള്ള ആ ക്ലോക്കിന്, സമയത്തിന് ആധാരമാക്കിയിരിക്കുന്ന സൂര്യൻ, അതിനൊക്കെ വരെ തുടക്കവുമുണ്ടോ? കുഡ് ടൈം റൺ ബാക്ക്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. കുഡ് ടൈം റൺ ബാക്ക്? സമയത്തിന് തിരിഞ്ഞു നടക്കാൻ കഴിയുമോ? മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം തിരിഞ്ഞു നടക്കുമോ? ടേൺ ബാക്ക്. ദ ബുക്ക് ബിഗിൻസ്. ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ചോദ്യങ്ങളുള്ളത് കൊണ്ടാണ് അദ്ദേഹം കോസ്മോളജിയും ക്വാണ്ടം തിയറിയും അദ്ദേഹം പഠിക്കാനുള്ള കാരണം. ഈ ചോദ്യങ്ങളെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ് അദ്ദേഹം എഴുതാൻ പോയത്. ദ ബുക്ക് ബിഗിൻസ്. ഈ ബുക്ക് തുടങ്ങുന്നത് ബൈ റിവൈൻഡിങ് ദ ഗ്രേറ്റ് തിയറീസ് ഓഫ് കോസ്മോസ്. ബൈ റിവൈൻഡിങ് മീൻസ് റീകോളിങ്, റിമെമ്പറിങ്, വീണ്ടും പറഞ്ഞുകൊണ്ടാണ്, ഓർത്തുകൊണ്ടാണ്. ദ ഗ്രേറ്റ് തിയറീസ് ഓഫ് ദ കോസ്മോസ്. എന്തിനെ? ദ ഗ്രേറ്റ് തിയറീസ് ഓഫ് കോസ്മോസ്. കോസ്മോസിനെ കുറിച്ചുള്ള വലിയ വലിയ തിയറികളെ ഓർത്തുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം തുടങ്ങുന്നത്. ഫ്രം ന്യൂട്ടൺ ടു ഐൻസ്റ്റീൻ. ന്യൂട്ടൺ മുതൽ ഐൻസ്റ്റീൻ വരെ ഈ പ്രപഞ്ചത്തിലെ കോസ്മോളജിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന തിയറികളെ റിവൈൻഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഹി റോട്ട് ദ ബുക്ക്
അദ്ദേഹം ഈ പുസ്തകം എഴുതിയത് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നൺ സയൻറ്റിസ്റ്റ്സ്. ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ. മേക്ക് അണ്ടർസ്റ്റാൻഡബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കുക എന്നർത്ഥം. ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ, സയൻസിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്ക്? ടു നോൺ സയൻറ്റിസ്റ്റ്സ്. സയൻറ്റിസ്റ്റ് അല്ലാത്ത ആളുകൾക്കും സയൻസിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയത്. ഈ പുസ്തകത്തിൻ്റെ പേരാണ് ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. വളരെ ഒരു 140-180 പേജുകളുള്ളൊരു പുസ്തകമാണത്. അദ്ദേഹം ഈ പുസ്തകം എഴുതാനുള്ളൊരു കാരണം ദ പ്രാക്ടിക്കൽ നീഡ് ഫോർ ദ ഫണ്ട്സ് that made him write this book. This book begins from the cosmos, from the Newton to Einstein. അല്ലേ? ന്യൂട്ടൺ മുതൽ ഐൻസ്റ്റീൻ വരെയുള്ള കോസ്മോസ് തിയറികൾ പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ഓക്കെ, റൈറ്റ്. അടുത്ത് നോക്കൂ. ഹി കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇൻ 1984. അയാളുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അയാൾ 1984 പൂർത്തീകരിച്ചു. ഹി കംപ്ലീറ്റഡ് ഹിസ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇൻ 1984. 1984 അദ്ദേഹം തൻ്റെ പുസ്തകം ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞു. ആദ്യത്തെ ഒരു സംഗതികളൊക്കെ കഴിഞ്ഞു. While the revision process was going on. Going on means go on, തുടരുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രൈസൽ വെർബാണ്. ഗോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പോവുക എന്നാണ്. ഓൺ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമാണ്. പക്ഷേ രണ്ടും കൂടി ചേർത്ത് വെക്കുമ്പോൾ മറ്റൊരർത്ഥം ലഭിക്കും. ഗോ ഓൺ, തുടരുക. വൈൽ ദ റിവിഷൻ പ്രോസസ് വാസ് ഗോയിങ് ഓൺ. ഈ റിവിഷൻ പ്രോസസ്സ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഹി മെയ്ഡ് എ ട്രിപ്പ് ടു സ്വിറ്റ്സർലൻഡ്. അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് പോയി. ഈ റിവിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ് കഴിഞ്ഞു, ഇനി അതൊന്നും ഇങ്ങനെ മെച്ചപ്പെടുത്തണം. അത് അവിടുത്തെ കാര്യങ്ങൾ എവിടേക്കാണ്, എന്തൊക്കെയാണ്, ചെറുതെന്തെങ്കിലും ഒന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അതാണ് റിവിഷൻ പ്രോസസ്സ് എന്ന് പറയുക. നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് പോയി. There he was down with pneumonia. ന്യൂമോണിയയുടെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. PNEUMONIA, ന്യൂമോണിയ. ഓക്കെ, he was down with pneumonia. Down with pneumonia, പനി ബാധിച്ച് കിടപ്പിലായി. Down with pneumonia, ന്യൂമോണിയ ബാധിച്ച് കിടപ്പിലായി. അവിടെ there he was down, അവൻ കിടപ്പിലായിപ്പോയി. with pneumonia, ന്യൂമോണിയ ബാധിച്ച് അവൻ കിടപ്പിലായിപ്പോയി. and was left on a life support system. and was left, അയാൾ ഉപേക്ഷിക്കപ്പെട്ടു. on a life support system, ജീവിതം മുഴുവനും അയാളെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും വീൽ ചെയറിൽ മാത്രമേ നടക്കാൻ പറ്റൂ എന്ന സ്ഥിതി വന്നു. മുമ്പ് അദ്ദേഹം ഒരു വടി കുത്തി പിടിച്ച് നടന്നിരുന്നത്, അല്ലേ? അങ്ങനെയല്ല അദ്ദേഹത്തെ ഓർത്തിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്ത് വേണം? അദ്ദേഹം ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം എന്ന ഒരവസ്ഥ വന്നു. Doctors gave a choice as to whether a tracheotomy operation which would remove his windpipe should be conducted or not. Doctors gave a choice. ഡോക്ടർമാർ ഒരു ചോയ്സ് കൊടുത്തു, ഒരു തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം. ഇദ്ദേഹം വലിയ ശാസ്ത്രജ്ഞനാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ആസ് ടു വെദർ എ ട്രാക്ടമി ഓപ്പറേഷൻ, ഒരു ട്രാക്ടമി ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. വെദർ ട്രാക്ടമി ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്നാൽ ട്രാക്ടമി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നെഞ്ചിൻ്റെ അവിടെ ചെയ്യുന്നൊരു ഓപ്പറേഷനാണ്. നമ്മളെ ശ്വാസകോശം അവിടെ നിന്നും മറിച്ചു മാറ്റുകയും പകരം പിന്നീട് നമ്മളെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഓട്ടയിലൂടെയാണ് നമുക്ക് നൽകപ്പെടുന്നത്. അതാണ് ട്രാക്ടമി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. വിച്ച് വുഡ് റിമൂവ് ഹിസ് വൈൻഡ് പൈപ്പ്, തൻ്റെ വൈൻഡ് പൈപ്പ് അവിടെ നിന്ന് റിമൂവ് ചെയ്യും. വൈൻഡ് പൈപ്പ് മീൻസ് ശ്വാസകോശം, അല്ലേ? നമ്മൾ ഈ ശ്വാസമൊക്കെ വിടുന്ന ഒരു ശ്വാസം പോകുന്നൊരു ഭാഗം, ഒരു പൈപ്പ് പോലെയൊരു സാധനമുണ്ട്. അതവിടെ നിന്ന് റിമൂവ് ചെയ്യും. ഷുഡ് ബി കണ്ടക്റ്റഡ് ഓർ നോട്ട്, അത് ചെയ്യണോ ചെയ്യണ്ടേ എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് ചോയ്സ് കൊടുത്തു. ഷുഡ് ബി കണ്ടക്റ്റഡ് ഓർ നോട്ട്, കണ്ടക്ട് ചെയ്യണോ കണ്ടക്ട് ചെയ്യണ്ടേ, ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു ഓപ്ഷൻ കൊടുത്തു. ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ്, അത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചേക്കാം. ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ്, അത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചേക്കാം. ബട്ട് ആഫ്റ്റർവേർഡ്സ്, ആഫ്റ്റർ ദ ഓപ്പറേഷൻ, പക്ഷേ ആഫ്റ്റർവേർഡ്സ്, എല്ലാത്തിനും ശേഷം, ഓപ്പറേഷന് ശേഷം, he would never again able to speak, അയാൾക്ക് പിന്നീട് ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല. അതാ പ്രശ്നം. ഓർ മേക്ക് എ വോക്കൽ സൗണ്ട്, നമ്മളുണ്ടാക്കുന്ന ഈ ഏതെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഒരു മനുഷ്യൻ്റെ ജീവിതം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നിടത്തു നിന്നാണ് മനുഷ്യൻ്റെ പുനരുജ്ജീവനം എന്നർത്ഥം.
അയാൾക്കൊരു വോക്കൽ സൗണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല, അയാൾക്ക് ഒരു ചെറിയ വാക്ക് സംസാരിക്കാൻ കഴിയില്ല ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. വിത്ത് ഗ്രേവ് മിസ്ഗീവിങ്സ്, വളരെ സീരിയസ് ആയിട്ടുള്ള ഡൗട്ടോട് കൂടിയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഡോക്ടർമാർ അത് പറഞ്ഞത്. മിസ്ഗീവിങ്സ് മീൻസ് ഡൗട്ട്സ്, മിസ്ഗീവിങ് ഡൗട്ട്. വിത്ത് ഗ്രേവ് മീൻസ് സീരിയസ്, വിത്ത് ഗ്രേവ് മിസ്ഗീവിങ്സ്, വിത്ത് സീരിയസ് ഡൗട്ട്സ്. വളരെ സീരിയസ് ആയിരിക്കുന്ന ഡൗട്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ജെയിൻ കൺസെൻറ്റഡ്, ജെയിൻ സമ്മതിച്ചു ഓപ്പറേഷൻ ചെയ്യാം. ഭാര്യയാണ് ജെയിൻ അല്ലേ, ജെയിൻ സമ്മതിച്ചു. The future looked very bleak, Jane remarked. The future looked very bleak. ഭാവി തോന്നി, looked means കാണപ്പെട്ട് തോന്നി. Very bleak, bleak not hopeful, not encouraging. Bleak means not hopeful. ആശാവഹമല്ലാതെ തോന്നി. ഒരാൾക്ക് സംസാരിക്കാൻ കഴിയില്ല, ഇനി പൂർണ്ണമായിട്ടും നമ്മൾ ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് മാറാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നീട് അയാൾക്ക് ജീവിതമുണ്ടോ എന്ന ഒരു ചോദ്യം വരികയാണ്. സോ ഹിസ് ഫ്യൂച്ചർ ലുക്ക്ഡ് വിത്ത് ബ്ലീക്ക്. ബ്ലീക്ക് മീൻസ് നോട്ട് ഹോപ്പ്ഫുൾ, ഒട്ടും ആശാവഹമല്ലാത്തൊരു രീതിയിലേക്ക് വന്നു. ജെയിൻ റിമാർക്ഡ്. ജെയിൻ വളരെ കൃത്യമായിട്ട് ഇത് ഒരിക്കലും പറയുന്നുണ്ട്. ഹോക്കിംഗ് കുഡ് നോ ലോങ്ങർ ബ്രെത്ത് ത്രൂ ഹിസ് മൗത്ത് ഓർ വിത്ത് നോസ് ആൻഡ് നോസ്. ഹോക്കിംഗ് കുഡ് നോ ലോങ്ങർ ബ്രെത്ത്, ബ്രെത്ത് മീൻസ് ശ്വാസം വിടുക. ഹോക്കിംഗ് കുഡ് നോ ലോങ്ങർ ബ്രെത്ത്, ഹോക്കിങ്ങിന് പിന്നീട് ശ്വാസം വിടാൻ സാധിച്ചില്ല. ത്രൂ ഹിസ് മൗത്ത്, തൻ്റെ വായയിലൂടെ, ആൻഡ് നോസ്, മൂക്കിലൂടെ. നോക്കൂ നിങ്ങൾ, വായിലൂടെയും മൂക്കിലൂടെയും അദ്ദേഹത്തിന് ശ്വാസം വിടാൻ പോലും കഴിയില്ല. ബട്ട് ഓൺലി ത്രൂ എ പെർമനൻറ്റ് ഓപ്പണിംഗ്. പിന്നെ ഇതിലൂടെ അദ്ദേഹത്തിന് ശ്വാസം വിടാം, എ പെർമനൻറ്റ് ഓപ്പണിംഗ്, ഒരു സ്ഥിരമായ ഓപ്പണിങ്ങിലൂടെ മാത്രം. മെയ്ഡ് ഇൻ ഹിസ് ത്രോട്ട്, തൻ്റെ ഈ നെഞ്ചിൽ തളച്ചു വെച്ചിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദ്വാരത്തിലൂടെ മാത്രമേ അദ്ദേഹത്തിന് ശ്വാസം വിടാൻ കഴിയൂ, അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയൂ എന്നൊരവസ്ഥ സംജാതമായി. ആഫ്റ്റർ മെനി വീക്സ് ഓഫ് ഇൻറ്റൻസീവ് കെയർ, ആഫ്റ്റർ മെനി വീക്സ്, ധാരാളം ആഴ്ചകൾക്ക് ശേഷം, ഓഫ് ഇൻറ്റൻസീവ് കെയർ, അതിശക്തമായ പരിചരണത്തിൻ്റെ ധാരാളം ആഴ്ചകൾക്ക് ശേഷം, ഹി വെൻറ്റ് ഹോം, അയാൾ വീട്ടിലേക്ക് പോയി. ടു ജോയിൻ ജെയിൻ, ജെയിൻ്റെ കൂടെ കൂടാൻ, ജെയിനിൻ്റെ അടുത്തേക്ക് അയാൾ വീട്ടിലേക്ക് പോയി. ആൻഡ് ഹിസ് 3 ചിൽഡ്രൻ, തൻ്റെ 3 മക്കളുമുണ്ട്. 3 മക്കളും ജെയിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം പോവുകയാണ്. ഹി വാസ് സ്റ്റിൽ ടു വീക്ക്, ഹി വാസ് സ്റ്റിൽ വെരി വീക്ക്, അയാൾ ഇപ്പോഴും ടു വീക്ക്, വളരെ അബലനാണ്, വീക്കാണ്. ഹി വാസ് ടു വീക്ക്, വളരെ വീക്കായിരുന്നു അയാൾ. ആൻഡ് ഇൽ, അസുഖം ബാധിച്ച് കിടക്കുകയാണ്. ടു കണ്ടിന്യൂ ഹിസ് റിസർച്ച്, തൻ്റെ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല എന്നൊരവസ്ഥ സംജാതമായി. കാരണം വളരെ വീക്കായി അയാൾ, വളരെ വളരെ അസുഖബാധിതനായി മാറി. വാൾട്ട് വോൾട്സോത്ത്, എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഇൻ കാലിഫോർണിയ, സെൻഡ് ഹിം എ പ്രോഗ്രാം he had developed called the equalizer, which allowed Hawking to select words from the screen. ഇവിടെ നിന്നാണ് ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ഹോക്കിംഗ് കടന്നു വരുന്നത്. ഇതുവരെ ഹോക്കിങ്ങിന് സംസാരിക്കാമായിരുന്നു, ഇതുവരെ ഹോക്കിങ്ങിന് ചിന്തിക്കുന്നത് നോട്ട് ബുക്കിൽ പകർത്തി വെക്കാമായിരുന്നു. ഇനിയൊന്നും അങ്ങനെ സാധ്യമല്ല. അയാൾക്ക് ശ്വാസം വിടാൻ പോലും അയാളുടെ നെഞ്ചിൽ ഡോക്ടർമാർ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഓട്ടം മാത്രമേ ഉള്ളൂ. അതാണ് അവസ്ഥ. എന്താ സംഭവിച്ചു നോക്കാം. വാൾട്ട് വോൾട്സോത്ത്, ആ പേര് നിങ്ങൾ ഓർത്ത് വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ നെയിമാണ്. വാൾട്ട് വോൾട്സോത്ത്, അദ്ദേഹം എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഇൻ കാലിഫോർണിയ. അദ്ദേഹം ആരായിരുന്നു? എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഇൻ കാലിഫോർണിയ. കാലിഫോർണിയയിലെ കമ്പ്യൂട്ടർ എക്സ്പേർട്ടായിരുന്ന വാൾട്ട് വോൾട്സോത്ത്. സെൻറ്റ് ഹിം എ പ്രോഗ്രാം, അദ്ദേഹത്തിന് പ്രോഗ്രാം അയച്ചു കൊടുത്തു. ഹി ഹാഡ് ഡെവലപ്ഡ്, ഇദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന, അദ്ദേഹം തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാം അയച്ചു കൊടുത്തു. കോൾഡ് ദ ഈക്വലൈസർ എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ പേരുള്ള ഒരു പ്രോഗ്രാം അയച്ചു കൊടുത്തു. ഈ പ്രോഗ്രാം പ്രകാരം ഹോക്കിംഗ് ടു സെലക്ട് വേർഡ്സ് ഫ്രം ദ സ്ക്രീൻ, ഹോക്കിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റും? വിച്ച് അലൗഡ് ഹോക്കിംഗ്, അത് ഹോക്കിങ്ങിനെ അനുവദിച്ചു ടു സെലക്ട് വേർഡ്സ് ഫ്രം ദ സ്ക്രീൻ. ആ സ്ക്രീനിൽ നോക്കിയിട്ട് വാക്കുകൾ സെലക്ട് ചെയ്യാം. എല്ലാ വാക്കുകളും ആ സ്ക്രീനിൽ വരും. അദ്ദേഹം മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന വാക്കുകളൊക്കെ ബ്രെയിനുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്കുകളൊക്കെ സ്ക്രീനിൽ വരും. അപ്പോൾ ആ സ്ക്രീനിൽ നിന്ന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വാക്കുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. നോക്കൂ നിങ്ങൾ, അയാളുടെ വാക്കുകളെ സെലക്ട് ചെയ്യുന്ന സ്ക്രീനിൽ ഇങ്ങനെ വരും. ആ വാക്കുകളെ സെലക്ട് ചെയ്ത് അയാൾക്ക് ലോകത്തിൽ ജേർണൽ പറയാൻ പറ്റും, റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം അദ്ദേഹത്തിന് സംജാതമായി. ഹി തോട്ട്, അയാൾ വിചാരിച്ചു, ഹി വുഡ് ബി അനേബിൾ ടു ഫിനിഷ് ഹിസ് ബുക്ക്,
തൻ്റെ ബുക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയില്ല എന്ന് അയാൾ വിചാരിച്ചു. ഹി വുഡ് ബി അനേബിൾ, അയാൾ അനേബിൾ ആയിരിക്കും, അയാൾ കഴിയാത്തവനായി മാറും ടു ഫിനിഷ് ഹിസ് ബുക്ക്, തൻ്റെ ബുക്ക്. കാരണം എന്തുകൊണ്ടാണ്? ഇത്രയും ഒരു വളരെ വളരെ പ്രയാസപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് അയാൾ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി അയാൾക്ക് അയാളുടെ പുസ്തകം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു തോന്നലിലേക്ക് വരികയാണ്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുത്തെടുക്കാം.